നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. വിഷ്ണുവേട്ടനും കാർത്തികയും തമ്മിലുള്ള കല്യാണത്തിന്റെ മുഹൂർത്തം വരെ ജോത്സിനെ കൊണ്ട് നോക്കിക്കഴിഞ്ഞു. മോള്, വിഷ്ണു ഇതിനെതിരെ ഒന്നും പറഞ്ഞില്ലേ? വിഷ്ണുവേട്ടന്റെ മൗനം അതാ എന്നെ ഭയപ്പെടുത്തുന്ന മറ്റൊരു കാര്യം. എന്ത് പറയുന്നു? യെസ് ഓർ നോ? അത് ശരി, ഇങ്ങനൊരു നീക്കം ഇതിനിടയിൽ നടന്നു അല്ലേ? പിന്നെ നീ എന്ത് കരുതിയടി? നിന്റെ കള്ളക്കണ്ണീര് കാണാതിരിക്കാൻ അയാള് സ്വയം ഒഴിഞ്ഞു മാറിയതാണെന്നോ? അവന്റെ പെങ്ങടെ ജീവിതം കൂടി നീ നശിപ്പിച്ചെന്ന് പറഞ്ഞ് നിന്നെ കണ്ട ആ സ്പോട്ടിൽ വെച്ച് കത്തി പള്ളേ കയറ്റി കുത്തി കൊല്ലാൻ നടന്നവനവൻ. ഈ മധുശ്രീ ആർക്കും കൊള്ളരുതാത്തവളായി ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നത് കൊണ്ട് മാത്രമാ നീ ഇന്ന് ജീവനോടിരിക്കുന്നത്. അതിന്റെ സ്മരണ കാണണം, സ്മരണ. എനിക്കറിയാം, എന്നെ മധുശ്രീ ഒരുപാട് സഹായിക്കുന്നുണ്ടെന്ന്. മധുശ്രീയുടെ കാരുണ്യം കൊണ്ട് തന്നെയാ ഞാനിപ്പോ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത്. അതൊന്നും ഞാൻ മറക്കില്ല ഒരിക്കലും. ഓ, മറന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല. നിന്നെ പോലൊരു ലോക ഫ്രോഡിനെ അതിലും വലിയ മറ്റൊരു ഫ്രോഡിന് മുന്നിൽ സൽഗുണ സമ്പന്നയായും ഉത്തമ കുടുംബിനിയായിട്ടും ഒക്കെ മിന്നിച്ചു നിർത്താൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെറും ഒരു 2 സെക്കൻഡിന്റെ ദൈർഘ്യം പോലും ഇല്ലാതെ ഏതെങ്കിലും ഒരു കുപ്പത്തൊട്ടിയിലേക്ക് വലിച്ചെറിയാനും ഈ മധുശ്രീക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല മോളെ. അതുകൊണ്ട് ആ വക പേടിയൊന്നും എനിക്കില്ല. ഇനി മോൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? നന്ദി എന്ന് പറഞ്ഞ ചെയ്തു തന്ന സഹായങ്ങളെ വില കുറച്ച് കാണുന്നത് പോലെയാ. ഒന്ന് ഞാൻ പറയാം, ഇനിയെല്ലാം കൃത്യമായ രീതിയിൽ ഞാൻ പ്രത്യുപകാരം ചെയ്തിരിക്കും. ചെയ്തിരിക്കുന്നല്ല, ചെയ്യണം. പിന്നെ മോക്ഷത്തിനാണോടി ഞാൻ ഈ പെടാപ്പാടൊക്കെ ചെയ്ത് കൂട്ടുന്നത്? 1ഉം 2ഉം അല്ല, കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയുള്ള വീടിന്റെ പ്രധാന താക്കോല നിന്റെ കയ്യെത്തും ദൂരത്ത് വെച്ചിരിക്കുന്നത്. ഒന്ന് കൈയെത്തിച്ച അത് നിന്റെ കൈവെള്ളയില്ല. നോക്കിയും കണ്ടുമൊക്കെ നിന്ന് അവന്റെ കയ്യിൽ നിന്നൊരു താലി വാങ്ങി കഴുത്തേൽ ഇടാൻ നോക്ക്. എന്നിട്ട് അന്തസ്സായിട്ട് ആ വീട് ഭരിക്കാൻ നോക്ക്. സത്യാമ്മയുടെ കാര്യം ഓർത്ത് നീ ടെൻഷൻ ആവണ്ട. ഷുഗറും പ്രഷറും BP തുടങ്ങി സകലമാന അസുഖങ്ങളും ഒക്കെയുള്ള തള്ളയാ. ഒന്ന് തലചുറ്റി വീണാ പിന്നെ അവിടുന്ന് എഴുന്നേൽക്കാൻ പറ്റാണ്ടായാൽ പിന്നെ തീർന്നില്ല. പിന്നെ അടുത്ത സത്യഭാമയായിരിക്കും കാർത്തികയെന്ന നീ. നിനക്ക് വരാനിരിക്കുന്ന സൗഭാഗ്യങ്ങൾക്ക് ഞാനൊരു ആമുഖം പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ പിന്നെ പറഞ്ഞതുപോലെ ഉടൻ തന്നെ കതിർ മണ്ഡപത്തിലേക്ക് കയറുന്ന വധൂവരന്മാരായ വിഷ്ണുവിനും കാർത്തികയ്ക്കും അഡ്വാൻസ് ആയി ഒരടിപൊളി വിവാഹ ആശംസകൾ. വിഷ്ണു കെട്ടുന്ന താലിച്ചരടിനേക്കാൾ ബലമുള്ള ഒരു ചരട് ഞാൻ നിന്റെ കഴുത്തേൽ കെട്ടിയിട്ടുണ്ട് കാർത്തികേ. കല്യാണം കഴിഞ്ഞ് അതെങ്ങാനും നീ അറുത്ത് മാറ്റാൻ ശ്രമിച്ച ഈ മധുശ്രീയുടെ യഥാർത്ഥ രൂപം നീ കാണും. അത് പുറത്തെടുപ്പിക്കാതിരുന്ന നിനക്ക് കൊള്ളാം. ജോത്സ്യം വന്ന് മുഹൂർത്തത്തിന്റെ സമയവും തീയതിയും വരെ നിശ്ചയിച്ചു. ഇനിയുള്ള ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ വിഷ്ണുവേട്ടൻ മറ്റൊരാൾക്ക് സ്വന്തമാവും. എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഇപ്പൊ ഈ നിമിഷം ചെയ്യണം. ഇല്ലെങ്കിൽ കൈവിട്ടു പോകുന്നത് എന്റെ ജീവിതമാ, എന്റെ സത്യമോളുടെ ഭാവിയാ. ഒരിക്കൽ അവള് ചോദിച്ചേക്കാം, അവളുടെ അച്ഛനെ അവൾക്ക് നഷ്ടപ്പെടുത്തിയത് എന്തിനാണെന്ന്. മറുപടി ഉണ്ടാവില്ല. അവൾക്ക് മുന്നിൽ തല കുനിച്ച് നിൽക്കേണ്ടി വരും ജീവിതകാലം മുഴുവനും.
മോളെ, അമ്മ എന്താ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ? അവിടെ ഇരുന്നിട്ട് ഇരിപ്പുറയ്ക്കുന്നില്ല. എടി, എന്തായി ഇവിടുത്തെ കാര്യങ്ങള്? കാര്യങ്ങളെല്ലാം കൈവിട്ട് പോയിക്കൊണ്ടിരിക്കാമേ. വിഷ്ണുവേട്ടനും കാർത്തികയും തമ്മിലുള്ള കല്യാണത്തിന്റെ മുഹൂർത്തം വരെ ജോത്സ്യനെ കൊണ്ട് നോക്കിക്കഴിഞ്ഞു. മോളെ, വിഷ്ണു ഇതിനെതിരെ ഒന്നും പറഞ്ഞില്ലേ? വിഷ്ണുവേട്ടന്റെ മൗനം അതാ എന്നെ ഭയപ്പെടുത്തുന്ന മറ്റൊരു കാര്യം. ഒന്നും എതിർത്ത് പറയാതെ ഉള്ളിൽ ഒതുക്കി വെച്ചിട്ട് എന്തിനുള്ള പുറപ്പാടാണെന്നും എനിക്കറിയില്ല. സത്യ അവിടെ അമ്മയെ കാണാതെ വിഷമത്തില്ല. അവളുടെ അച്ഛനും അടുത്തില്ല. അമ്മയും കൂടെ ഇല്ലെങ്കിൽ അവളാണെങ്കിൽ ഓരോന്ന് ചോദിച്ചു തുടങ്ങിയിട്ടുമുണ്ട്. എനിക്ക് മനസ്സിലാവാഞ്ഞിട്ടല്ലമ്മേ. പക്ഷെ ഞാനിപ്പോ ഇവിടെ നിന്ന് അറിയേണ്ട കാര്യങ്ങളൊക്കെ സത്യാമ്മയെ അറിയിച്ച് ഈ കല്യാണത്തിന് തടസ്സം ഉണ്ടാക്കിയില്ലെങ്കിൽ കൈവിട്ടു പോകുന്നത് ഞങ്ങളുടെ ജീവിതം തന്നെയല്ലേ? മോളെ, ഈ സത്യക്കും എനിക്കും വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ അവസാനമായിട്ട് കിട്ടിയ ഒരു അവസരം അതെനിക്ക് ഉപയോഗിക്കുക തന്നെ വേണം. നിന്റെ ഇഷ്ടം എന്താന്ന് വെച്ചാൽ അതുപോലെ ചെയ്യും. ഒരൊറ്റ കാര്യമേ അമ്മയ്ക്ക് പറയാനുള്ളൂ. എന്ത് നഷ്ടപ്പെടുത്താൻ എളുപ്പമാ, പിന്നീട് അതൊന്ന് സ്വരുക്കൂട്ടി എടുക്കാനാ പാട്. അമ്മ ഇനി അധികം നേരം ഇവിടെ നിൽക്കണ്ട. സത്യമ്മ പുറത്തെവിടെയോ പോയിരിക്കുക. വന്ന് കണ്ട അമ്മയോട് എന്തെങ്കിലും മോശമായിട്ട് പെരുമാറും. അത് പിന്നെ വീണ്ടും മറ്റൊരു വഴക്കിലേക്ക് പോവും. എന്തിനാ നമ്മളായിട്ട് അതിനൊരു അവസരം കൊടുക്കുന്നത്? അത് ശരിയാ. എന്തായാലും ഇവിടം വരെ വന്നതല്ലേ, ശമമോളെ കൂടി ഒന്ന് പെട്ടെന്ന് കണ്ടിട്ട് ഞാനങ്ങ് പൊക്കോളാം. അമ്മ വാ. എന്താ ശാരദാമ്മേ, മകളുടെ സുഖവിവരം അന്വേഷിക്കാൻ വന്നതാണോ? ഇവിടെ അടുത്തൊരു സ്ഥലം വരെ വരേണ്ട കാര്യമുണ്ടായിരുന്നു. ഹാ, എന്നാ പിന്നെ കേറിയൊരു കാപ്പിയൊക്കെ കുടിച്ചിട്ട് പോകാന്ന് കരുതിയല്ലേ? ഓ, നടന്നു വന്നതിന്റെ ക്ഷീണവും മാറും, ഒരല്പം വിശ്രമവും ആവും. കൂട്ടത്തിൽ മോളെ കാണുകയും ചെയ്യാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.